ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. രാവും നിലാവും പൂങ്കാവുമെല്ലാമുണ്ടെന്നിരിക്കിലും കണ്ണനും കുഴലും പോയ കാടുതൻ ഭംഗി കെട്ടുപോയി. കണ്ണനാമുണ്ണിയെ ഗോപസ്ത്രീകൾ തൻ കണ്ണിലുണ്ണിയെ കണ്ണിൽ കർപ്പൂരമായി പൂശി കണ്ണടയ്ക്കുന്നതെന്നു ഞാൻ. ഉത്സവത്തോടുകൂടി ശ്രീവത്സലാഞ്ജപദാംബുജം ഉത്സംഗത്തിൽ കയറ്റിയിട്ടു വാത്സല്യിക്കുന്നതെന്നു ഞാൻ. ലാവണ്യപൂർണനായോരു കാർവർണ്ണനുടെ പൂവുടൽ ഉണ്ണാതെ നോറ്റ പോലുള്ള കണ്ണാലെന്നു നുകർന്നിടും. കണ്ണന്റെ കഴലാകുന്ന കല്ലത്താണിയിലെന്നു ഞാൻ എൻ്റെ ജീവിതഭാരങ്ങളിറക്കി സ്വസ്ഥനായിടും. നാരദാദി മുനീന്ദ്രർക്കു ഭഗവാനൊരു ഗോപനാം, എനിക്കു മാത്രം ശ്രീകൃഷ്ണൻ ഗോപിയായി പോയതെങ്ങനെ? അതിവേല ഹരിപ്രേമ ലഹരി വീചിമാലയിൽ പകലല്ലുകളോർക്കാതെ വിഹരിക്കുന്നതെന്നു ഞാൻ. കണ്ണനുണ്ണി വരൂ, ഞാനൊന്നെടുത്തൊക്കത്തു വച്ചിടാം. നാമകീർത്തനമാകുന്ന പൊൻകിലുക്കുകൾ ഞാൻ തരാം. ജന്മങ്ങളിനിയും മേലിലെനിക്കുണ്ടെങ്കിലെപ്പോഴും കാളിന്തിയുടെ വക്കത്തോരോടയായി ഞാൻ മുളയ്ക്കണേ. ഒരൊറ്റ മൊഴിയാണുള്ളതെനിക്കൊടുവിലോതുവാൻ. എന്തു തന്നെ നശിച്ചാലും ഭക്തി മാത്രം നശിക്കൊല. മേലാൽ ഞാൻ ഭജനം മാറ്റി മറ്റൊന്നിൽ ചെന്നു ചാടിയാൽ എന്തോ മറന്ന കൂട്ടത്തിലെപ്പോഴും തോന്നിടേണമേ. ഇനിമേൽ പ്രീതിയോടെൻ്റെ മനമാം മതവാരണം ഹരിപാദരജസ്സാകും സരസിങ്കൽ കുളിക്കണം. അടിക്കാം മതിയാവോളം അറുക്കാം കണ്ഠനാളവും. കണ്ണനെ തള്ളി നിൻകാക്കലെന്നാലും വീഴുകില്ല ഞാൻ. കർണശഷ്കുലിയായിടും സ്വർണപ്പുടവയെപ്പോഴും കണ്ണന്റെ കഥയാകുന്ന വെണ്ണിലാവിലൊലുമ്പണം. വംശി വായിച്ചിടും വൃഷ്ണിവംശദീപം ജനാർദ്ദനൻ
പൂഷണം ബ്രഹ്മസൗരഭ്യം വീശും മെയ് ശോഭ കൺകളിൽ മരിക്കുമ്പോൾ ഉയിർക്കമ്പി തുരുമ്പിക്കേ ജനാർദ്ദനൻ തുരുപ്പിടിക്കണം സ്നേഹമെഴും വിരലുകൊണ്ടതിൽ മൗനച്ചില്ലിലടച്ചോരു സമാധിസ്വർണമോതിരം പച്ചക്കല്ലു പതിച്ചുള്ളതൊന്നു താനെൻ്റെ കൈ മുതൽ മേടിക്കാൻ കാലമാകുമ്പോൾ മടി കാട്ടുന്നു രണ്ടുപേർ ആശയില്ലാത്ത മുനിയും പെശകുന്ന പിശുക്കനും കായാമ്പൂവൊളിയാമേതോ കായത്തിൻ ഗന്ധമേൽക്കവേ ചായുന്നു ദുഷ്ടചിത്താഹിക്കായിരം പടവും ക്ഷണം മല്ലവൈരിപദാബ്ജത്തിലുള്ള ഭക്തിരസാസവം തുള്ളി മാത്രം രസിക്കുമ്പോൾ തുള്ളിച്ചാടുന്നു മാനസം കണ്ണന്റെ ചരണാബ്ജത്തിൽ ചെന്നുമുട്ടിയ വേളയിൽ മിന്നിയേറ്റവുമെൻ ജീവൻ പൊന്നിൻ മുക്കിയ വെള്ളി പോൽ നിന്നെ കണ്ടാൽ എനിക്കെന്തോ സ്നേഹം തോന്നുന്നു മേഘമേ പെട്ടെന്നോർമ്മിച്ചിടുന്നേ ഞാൻ നിന്റെ ഛായയിലാരെയോ ഇന്നും കാളിന്തി വക്കത്തു നിന്നിടുന്ന കദംബമേ അന്നത്തെ കഥയോർക്കുമ്പോൾ തന്നെ കണ്ണീർ വരില്ലയോ എന്താണിതു കടമ്പേ നിൻ പൂമൊട്ടോ പുളകങ്ങളോ തേന്തുള്ളിയോ അതോ സാക്ഷാൽ കണ്ണുനീർത്തുള്ളി തന്നെയോ കരുതാം കടൽ വർണ്ണന്റെ കരത്തിൽ കയറിക്ഷണാൽ തളിർച്ചുണ്ടു തനിച്ചുണ്ടിട്ടൊളിച്ചോടിയൊരോടയെ കൃഷ്ണ നിൻ പാദപത്മത്തിൽ കൃഷ്ണ സംസാരസാഗരം തൂർക്കുവാൻ വേണ്ടിടത്തോളം മൃഷ്ണയുണ്ടെന്നു കേട്ടു ഞാൻ അറിഞ്ഞുമറിയാതെയുമടിയൻ ചെയ്ത തെറ്റുകൾ കരുണാർണവനായോരു കടൽ വർണ്ണൻ പൊറുക്കണം പണ്ടു ഞാൻ ചെയ്ത പുണ്യത്തിൽ ഇനിയും ബാക്കി വല്ലതും ഉണ്ടെങ്കിലതു നിസ്സാരമെങ്കിലും കണ്ണനേ ഗിടാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ശ്രീയേറും ഗുരുവായുമന്ദിരമതിൽ ഞാൻ ചെന്നു ഭക്ത്യാദരം ശീവേലിക്കു പുറത്തിറങ്ങി ഭഗവാൻ ആനന്ദനാമോത്സവം ശ്രീകൃഷ്ണാംഘ്രി സരോജഗന്ധമവിടെ സൗരഭ്യമാർന്നീടവേ ശീലക്കേടുകൾ കാട്ടിടുന്നൊരു ചിരിക്കുട്ടനെ കണ്ടേനഹം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 948 ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആശ്രയസ്കന്ധമായ ദ്വാദശസ്കന്ധത്തിൽ പുരാണാചാര്യനായ മാർക്കണ്ഡേയൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാർക്കണ്ഡേയ മഹർഷി 6 മന്വന്തരകാലം ഭഗവാനെ തപസ്സു ചെയ്തു
എന്നുള്ളത് പറഞ്ഞു. ആ തപസ് മുടക്കാനായിട്ട് സാക്ഷാൽ ശക്രൻ ദേവേന്ദ്രൻ തൻ്റെ കിങ്കരന്മാരായ ഗന്ധർവന്മാർ, അപ്സര സ്ത്രീകൾ, കാമദേവൻ, വസന്ത ഋതു, മന്ദമാരുതൻ എന്നിവയൊക്കെ പറഞ്ഞയച്ചു എന്ന് പറയുന്നു. അതേപോലെ തന്നെ രജോ ഗുണത്തിൻ്റെ സന്താനങ്ങൾ എന്നറിയപ്പെടുന്ന ലോഭത്തെയും മദത്തെയും മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ ഹിമവാന്റെ വടക്കുഭാഗത്ത് പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് ചിത്രശിലയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്വസ്ഥനായിരിക്കുന്ന മഹർഷിയെ മുനിം ശക്രകിങ്കരാഹ ദദൃശു, ശക്രൻ്റെ കിങ്കരന്മാർ, ദേവേന്ദ്രൻ്റെ ഭൃത്യന്മാർ കണ്ടു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അതിനുശേഷോ നൃതുസ്തസ്യ പുരത സ്ത്രിയോധോ ഗായകാ ജഗു മൃദംഗ വീണാപണവൈർവാദ്യം ചക്രുർ മനോരവം. ഇവിടെ തസ്യ പുരതഃ, ആ മാർക്കണ്ഡേയ മഹർഷിയുടെ മുമ്പിലായി സ്ത്രീകൾ നൃതു നർത്തനം ചെയ്തു, ഗായകാഹ അധോ ജഗു, ഗായകന്മാർ അതേപോലെ തന്നെ ആ നർത്തനത്തിന് യോജിച്ച തരത്തിൽ പാട്ടുപാടി, മൃദംഗ വീണാപണവൈഹി, മൃദംഗം വീണ പണവം തുടങ്ങിയ വാദ്യമേളങ്ങളെ കൊണ്ട് മനോരമം വാദ്യം ചക്രു, മനസ്സിനെ രമിപ്പിക്കുന്ന മനോരമം വാദ്യം ചക്രു, വാദ്യത്തെ ചെയ്തു. അപ്സര സ്ത്രീകൾ വന്നു, അതേപോലെ തന്നെ ഗന്ധർവന്മാർ, അതേപോലെ തന്നെ നിരവധിയായിരിക്കുന്ന വാദ്യങ്ങൾ മുഴക്കുന്ന ആളുകൾ, അവരൊക്കെ വന്നിട്ട് അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കുകയും ഗന്ധർവന്മാർ ആ നൃത്തത്തിനനുസരിച്ച് പാട്ടുപാടുകയും മൃദംഗം, വീണ, പണവം തുടങ്ങിയ വാദ്യങ്ങൾ മനസ്സിന് ആനന്ദത്തെ ഉണ്ടാക്കുന്ന തരത്തിൽ അവിടെ ഭംഗിയായി പ്രയോഗിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിലോ സന്ദധേസ്ത്രം സ്വധനുഷി കാമ പഞ്ചമുഖം തദാ മധുർമനോരജസ്തോക ഇന്ദ്രഭൃത്യ വ്യകമ്പയൻ. ഇങ്ങനെ നൃത്തവും പാട്ടും വാദ്യമേളങ്ങളും ഗംഭീരമായിട്ട് നടക്കുമ്പോൾ ഇത് തന്നെ യോജിച്ച സമയം എന്ന് തീർച്ചപ്പെടുത്തി കാമഹ, കാമൻ, മന്മഥൻ, ആ കാമദേവൻ പഞ്ചമുഖം അസ്ത്രം, 5 മുഖങ്ങളോടുകൂടിയ തൻ്റെ ബാണത്തെ സ്വധനുഷി, തൻ്റെ ധനുസ്സിൽ സന്ദധേ, സന്ധാനം ചെയ്തു. തദാ, ആ സമയത്ത് മധു, വസന്ത ഋതു, വസന്തൻ, രജസ്തോക, ലോഭം അവിടെ ഉണ്ടാക്കി. ഇന്ദ്രഭൃത്യാഹ, ഇന്ദ്രഭൃത്യന്മാർ മനസ്സിനെ വ്യകമ്പയൻ, വികമ്പിപ്പിച്ചു എന്നും പറയുന്നു. മന്മഥൻ തൻ്റെ 5 അസ്ത്രങ്ങൾ, പഞ്ചബാണങ്ങൾ എന്നാണ് പറയുക. ശോഷണം, മോഹനം, സന്ദീപനം, താപനം, ഉന്മാദനം എന്നിങ്ങനെയുള്ള 5 ശരങ്ങൾ, പഞ്ചശരങ്ങൾ, 5 തരത്തിലുള്ള പ്രവൃത്തികൾ ഒരേ സമയത്ത് തന്നെ നടത്താൻ സാധിപ്പിക്കുന്നതാണ് ഇത്. ഇപ്പം ശോഷണവും മോഹനവും സന്ദീപനവും താപനവും ഉന്മാദനവും അതും ഒരേപോലെ ഒരേ സമയത്ത് ജനിപ്പിക്കാൻ സാധിക്കുന്ന തൻ്റെ 5 ശരങ്ങളെ, ആ അസ്ത്രത്തെ തൻ്റെ വില്ലിൽ തൊടുത്തു. അതേസമയം വസന്തൻ, ലോഭൻ തുടങ്ങിയ ഇന്ദ്രഭൃത്യന്മാർ മഹർഷിയുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന പല പ്രവർത്തികളും അവിടെ ആരംഭിക്കുകയും ചെയ്തു. ക്രീഡന്ത്യാ പുഞ്ചികസ്ഥല്യാ കന്തുകൈസ്തനഗൗരവാത് ഭൃശമുദ്വിഗ്നമധ്യായ കേശവിശ്രംസിതസ്രജ ഇതസ്തതോ ഭ്രമദ്യുഷ്ടേശ്ചലന്ത്യാ അനുകന്തുകം വായുർജഹാര തദ്വാസ സൂക്ഷ്മം ത്രുടിതമേഖലം. സ്തനഗൗരവാൽ, ആ സ്തനങ്ങളുടെ ഭാരം കാരണം, ഭൃശം ഉദ്വിഗ്നമധ്യായ, ഏറ്റവും ക്ലേശിക്കുന്ന മധ്യത്തോടുകൂടിയ, കന്തുകൈ ക്രീഡന്ത്യാഹ, പന്തുകൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവളും, കേശവിശ്രംസിതസ്രജ, മുടിയിൽ നിന്ന് അഴിഞ്ഞു വീഴുന്ന പൂമാലയോടുകൂടിയവളും,
ഇതസ്തതഃ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രമദൃഷ്ടെ ഭ്രമിക്കുന്ന ദൃഷ്ടികളോടുകൂടി ചഞ്ചലാക്ഷിയായി അനുകന്തുകം പന്തിനെ അനുസരിച്ച് ചലന്ത്യ ചലിക്കുന്നവളുമായ പുഞ്ചികസ്ഥലിയുടെ ത്രുടിതമേഖലം പൊട്ടിപ്പോയ അരഞ്ഞാണോടുകൂടിയും സൂക്ഷ്മവുമായ തദ്വാസഹ അവളുടെ വസ്ത്രത്തെ വായു ജഹാര വായു അപഹരിച്ചു എന്നാണ്. പന്തടിച്ചുകൊണ്ടിരിക്കുന്നു പുഞ്ചികസ്ഥലി എന്നു പേരുള്ള അപ്സരസ്ത്രീ. ആ അപ്സരസ്ത്രീ അതിസൂക്ഷ്മമായ ഒരു വസ്ത്രം മാത്രമാണ് ധരിച്ചിട്ടുള്ളത്. അതിനെ തന്നെ കാറ്റ് വീശി അത് സ്ഥാനത്തുനിന്ന് ചലിപ്പിച്ചു എന്നാണ്. അവളുടെ ആ പന്തുകളി കാമവികാരത്തെ ജനിപ്പിക്കാൻ ഏറ്റവും യോജിച്ചതായിരുന്നു എന്ന് പറയുന്നു. സ്വതയെ തന്നെ അതിസുന്ദരി, അതിമനോഹരമായ അവയവങ്ങളുടെ ഭംഗി, സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ആ ചെറിയൊരു വളവ് അവൾക്കുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യം നല്ല പോലെ ക്ലേശിച്ചിരിക്കുന്നു. സുന്ദരികൾക്ക് ഒരു വളവുണ്ടാവും, അത് സൗന്ദര്യ ലക്ഷണമായിട്ട് പറയാറുണ്ട് സൗന്ദര്യശാസ്ത്രത്തിലൊക്കെ. അപ്പം പന്തിൻ്റെ ഗതി അനുസരിച്ച് 4 ഭാഗത്തേക്കും നോക്കുന്നുണ്ട് അവള്. ഈ സന്ദർഭത്തിൽ തലമുടിയിലെ പൂമാല അഴിഞ്ഞു വീണിട്ടുണ്ട്. കളിയുടെ ആ വലിയ പരിശ്രമം കൊണ്ട് അതിന് മാത്രം ശ്രദ്ധിച്ചപ്പോൾ വസ്ത്രത്തിന് മീതെ കെട്ടിയിരുന്ന അരഞ്ഞാൺ പൊട്ടിയപ്പോൾ വസ്ത്രത്തിന് അതൊരു ഭംഗിയുമാണ്, അതേപോലൊരു രക്ഷയുമാണ്. ആ വസ്ത്രം താഴെ വീഴാതെ ഊർന്നു പോകാതിരിക്കാനുള്ളൊരു രക്ഷ പോലെയാണ് അരഞ്ഞാണം. അത് പൊട്ടിപ്പോയതോടുകൂടി വസ്ത്രം അഴിഞ്ഞു വീണു. ഇങ്ങനെയുള്ള ഈ ലീലകൾ കണ്ടാൽ ആരുടെയും മനസ്സ് ഇളകേണ്ടതാണ്, അല്ലെങ്കിൽ ഇളകുന്നതാണ്. വിസസർജ തദാ ബാണം മത്വാ തം സ്വജിതം സ്മരാ സർവം തത്രാഭവൻ മോഘമനീശസ്യ യഥോദ്യമ. ഈ സന്ദർഭത്തിൽ തദാ സ്മരഹ മന്മഥൻ തം സ്വജിതം മത്വ അവൻ തന്നാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു, താൻ അവനെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ബാണം വിസസർജ തൻ്റെ ബാണത്തെ വിട്ടു എന്നാണ്. വില്ലിൽ തൊടുത്തിങ്ങനെ വെച്ചേക്കായിരുന്നു അല്ലേ. പഞ്ചമുഖം തദാ സ്വധനുഷി കാമഹ പഞ്ചമുഖം തദാ സന്തധേ എന്നാണ്. ആ സന്ദർഭത്തിൽ വില്ലിങ്ങനെ കൊലയ്ക്കാനായിട്ട് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ പുഞ്ചികസ്ഥലി എന്നറിയപ്പെടുന്ന അപ്സര സ്ത്രീ വന്ന് നൃത്തം വെച്ചതും അവളുടെ ഉടുപുട കിഴിഞ്ഞതും. ഇത് തന്നെ ഏറ്റവും യോജിച്ച സമയം എന്ന് കരുതി അവിടെ ബാണം വിസസർജ ബാണത്തെ വിസർജിച്ചു, ബാണമയച്ചു. അനീശസ്യ ഈശ്വരാനുകൂല്യമില്ലാത്തവൻ്റെ ഉദ്യമം യഥാ ഉദ്യമം എങ്ങനെയാണോ അതേപോലെ സർവം തത്ര മോഘം അഭവൽ ഇതൊക്കെ തന്നെ ആ മാർക്കണ്ഡേയ മുനിയിൽ നിഷ്ഫലമായി തീർന്നു. മോഘം അഭവത് നിഷ്ഫലമായി തീർന്നു. മന്മഥൻ മുനിയെ ഉദ്ദേശിച്ചും കൊണ്ട് ബാണം പ്രയോഗിച്ചു. കാരണം ഇപ്പോൾ ഇത് കാണുന്നതോടുകൂടി മുനി തനിക്ക് അധീനനാവും, താൻ മുനിയെ തോൽപ്പിച്ചു എന്ന അഹങ്കാരത്തോടുകൂടി മന്മഥൻ മാർക്കണ്ഡേയ മഹർഷിയുടെ നേർക്ക് അസ്ത്രമയച്ചു. പക്ഷേ ഈശ്വര സഹായമില്ലെങ്കിൽ, ഭഗവത് അനുഗ്രഹമില്ലെങ്കിൽ, ഭഗവത് അനുഗ്രഹത്തിന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തി അത് നിഷ്ഫലമാവുക തന്നെ ചെയ്യും. അവിടെ ഭഗവാന്റെ അനുഗ്രഹം ലവലേശം മന്മഥനില്ല, എന്നാൽ ആവോളം മാർക്കണ്ഡേയ മഹർഷിക്കുണ്ട് താനും. അതുകൊണ്ട് തന്നെ എല്ലാം നിഷ്ഫലമായി മാറി എന്ന് പറയുന്നു. താ യുദ്ധമപകുർവന്തോ മുനേസ്തത്തേജസാ മുനേ ദഹ്യമാന നിവവൃതു പ്രബോധ്യാഹിമിവാത്ഭക. മുനേ യുദ്ധം അപകുർവന്ത മുനിയുടെ നേരെ ഇത്തരത്തിൽ ആ അപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മുനിയെ ദ്രോഹിക്കുന്ന അവർ തത്തേജസാ ദഹ്യമാന ആ മാർക്കണ്ഡേയ മഹർഷിയുടെ തേജസ് കൊണ്ട് ദഹിപ്പിക്കപ്പെട്ടവരായിട്ട് അഹിം പ്രബോധ്യ അർഭകായിവ സർപ്പത്തെ അഹിയെ ഉണർത്തിയിട്ട് കുട്ടികൾ എന്നതുപോലെ നിവവൃതു അവിടുന്ന് നിവർത്തിച്ചു, പേടിച്ചു അല്ലേ.
കുട്ടികൾ ചിലപ്പോൾ പാമ്പിനെ ഒന്ന് തോണ്ടുമ്പോൾ പാമ്പ് ഭണം വിടർത്തി വരുമ്പോൾ പേടിച്ചോടുന്നത് പോലെ മാർക്കണ്ഡേയ മഹർഷിയുടെ നേരെ സാക്ഷാൽ കാമദേവൻ ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തു എങ്കിൽ പോലും അവര് അദ്ദേഹത്തിൻ്റെ തേജസ്സിൽ ദഹിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത പേടിയായി ദഹിപ്പിക്കപ്പെടുന്നവരായിട്ട് സർപ്പത്തെ ഉണർത്തിവിട്ട ബാലകന്മാരെന്നത് പോലെ അവരൊക്കെ തിരിച്ചുപോയി എന്ന് പറയുന്നു. ഇതീന്ദ്രാനുചരൈർബ്രഹ്മൻ ധർഷിതോപി മഹാമുനി എന്നാഗാദഹമോ ഭാവം ന തച്ചിത്രം മഹൽസുഹി. ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ശൗനക, ഇന്ദ്രാനുചരൈഹി, ഇന്ദ്രഭൃത്യന്മാരാൽ ഇതി ധർഷിത അപി മഹാമുനി, ഇപ്രകാരം ആക്രമിക്കപ്പെട്ടു എങ്കിൽ പോലും ആ മഹാമുനി, ആ മാർക്കണ്ഡേയൻ, അഹമാഭാവം, അഹങ്കാരത്തിൻ്റെ ഭാവത്തെ ന അഗാദ് ഇതിയത്, പ്രാപിച്ചില്ല എന്നത് എന്താണോ തത് അത് മഹൽസു ന ചിത്രം, മഹാത്മാക്കളിൽ ഇതിലൊരു അത്ഭുതവും ഇല്ല എന്നാണ്. ശൗനക മഹർഷി, ഇന്ദ്രൻ്റെ ആൾക്കാർ, വസന്തൻ, മലയാനിലൻ, അതേപോലെ തന്നെ ഗന്ധർവന്മാര്, അപ്സര സ്ത്രീകള് എന്നിവരോടുകൂടി വന്ന ആ മന്മഥൻ മുനിയുടെ നേരെ ഇത്തരത്തിൽ നീചമായ അതിക്രമം മഹർഷിയുടെ നേരെ കാണിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിൽ അഹങ്കാരമുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാമമോ ക്രോധമോ അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇനി അത് കേൾക്കുന്നതിൽ അങ്ങ് അത്ഭുതപ്പെടേണ്ട, കാരണം ഇത് മഹാത്മാക്കളുടെ, ശാന്തചിത്തരായ സജ്ജനങ്ങളുടെ, ഭഗവത് ഭക്തന്മാരുടെ സ്വഭാവമാണ് എന്ന് പറയുന്ന 30-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 31-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. അവിടെയാണ് സാക്ഷാൽ നരനാരായണ ഋഷീശ്വരന്മാര് മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും മാർക്കണ്ഡേയൻ അതിഗംഭീരമായിട്ട് അവരെ സ്തുതിക്കുന്നതായിട്ടുള്ളൊക്കെ രംഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുക. അത് നാളെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.